പൗരന്മാരെന്ന നിലയ്ക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ രാജ്യത്തിന്റെ അവകാശികൾ, അവർക്ക് വേണ്ടുന്ന ഒരു ലൈഫ് ഡിസൈൻ ഈ ബഡ്ജറ്റിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് പക്ഷേ എത്ര വർഷമെടുക്കുമെന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ടാർഗറ്റ് അല്ല, ഫസ്റ്റ് ടാർഗറ്റ് ആണ്. 2047 ഈ രാജ്യത്തിന്റെ സമ്പന്നത ഏതൊക്കെ വഴിക്ക് വരണം, ഏതൊക്കെ പ്രായ വിഭാഗങ്ങളെ നമ്മൾ ഇതിനകത്ത് കരുതലോട് അവരെ ബോർഡ് ചെയ്യണം, എന്നിട്ട് ഈ കപ്പൽ അല്ലെങ്കിൽ ഈ വിമാനം സഞ്ചരിക്കണം എന്ന് പറയുന്ന ഒരു സഞ്ചാര പാതയാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ വിവിധങ്ങളായ MSME സെക്ടറിലായാലും സെമി കണ്ടക്ടേഴ്സിന്റെ സെക്ടറിലായാലും ശരി തന്നെ, ആരോഗ്യ പരിപാലന രംഗത്ത് ഇപ്പോൾ ബയോഫാർമ, അതിനുവേണ്ടി വരാൻ പോകുന്ന 3 പുതിയ സ്റ്റേഷൻസ്, ആയുഷിന്റെ എയിംസ്, ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം രാജ്യത്തിന് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം വിവിധ പ്രായ ഘടനകളിലുള്ള ആ വിഭാഗങ്ങൾക്കെല്ലാം ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരു സംക്ഷിപ്തമാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് വളരെ പ്രതീക്ഷയോടെ എന്നെ പോലെ ഒരു പൗരൻ, മന്ത്രിയും MP യും ഒക്കെ പിന്നെ ഒരു പൗരൻ വിലയിരുത്തുന്നു. അതിന്റെ അംശം കൂടി ഈ വിശദീകരണത്തിൽ ഉണ്ടായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഡ്ജറ്റിന്റെ പ്രപ്പോസൽസിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് പോകാം. അതിൽ